കാട്ടാനയുടെ ആക്രമണത്തിൽ വനം വാച്ചർ കൊല്ലപ്പെട്ട സംഭവം പ്രതിഷേധക്കടലായി പുൽപ്പള്ളി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോട് നിന്ന് മൃതദേഹം രാവിലെ പുൽപ്പള്ളി ടൗണിൽ എത്തിച്ചതു മുതൽ സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനാണ് പുൽപ്പള്ളി സാക്ഷ്യം വഹിച്ചത്. മുന്നോട്ടുവച്ച ഡിമാൻഡുകൾ അംഗീകരിക്കാമെന്ന് അധികൃതരിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് ഉച്ചയോടെ പ്രതിഷേധത്തിന് അല്പം അയവ് വന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം രാവിലെ 9:30ഓടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പുൽപ്പള്ളി ടൗണിലെത്തിച്ചത്. തുടർന്ന് പ്രതിഷേധക്കാരും നാട്ടുകാരും മൃതദേഹം പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലെത്തിച്ചു. തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ മൃതദേഹം വിട്ടുനൽകുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചു. അതിനിടെ ഇതുവഴി വന്ന വനം വകുപ്പിന്റെ ജീപ്പ് പ്രതിഷേധക്കാർ തകർത്തു. ഇതിനിടെ പുൽപ്പള്ളി 56-ൽ കടുവ വാഴയിൽ ബേബിയുടെ മൂരിക്കിടാവിനെ ആക്രമിച്ചു. ചത്ത മൂരിക്കിടാവിന്റെ ജഡവുമായി പ്രതിഷേധക്കാർ ടൗണിലെത്തി. ഇതോടെ പുൽപ്പള്ളി ടൗൺ പ്രതിഷേധ കടലായി. ഏറെ പണിപ്പെട്ടും ലാത്തിചാർജ് നടത്തിയുമാണ് പോലീസ് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ടത്. ന്യൂസ് ബ്യൂറോ, പുൽപ്പള്ളി.